സ്നേഹപിതാവായ ദൈവമേ, ഒരിക്കൽ കൂടി സുവിശേഷം പ്രഘോഷിക്കുവാൻ എന്നെ അനുവദിക്കുന്നതിന് ഓർത്ത് ദൈവമേ, ഞങ്ങൾ അങ്ങോട്ട് നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സുവിശേഷം ദൈവജനത്തിനോട് ആധുനിക ശ്രവ്യ ദൃശ്യ മാധ്യമങ്ങളിലൂടെ, ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെ സുവിശേഷം പങ്കുവയ്ക്കുവാൻ ദൈവം എന്നെ അനുവദിക്കുന്നതിന് ഓർത്ത് ദൈവമേ നന്ദി പറയുന്നു. ഈ പ്രോഗ്രാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന മുഴുവൻ ആളുകളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കേൾക്കുന്ന ആളുകൾക്ക് മാറ്റമില്ലാത്ത വചനം മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് കർത്താവെ വചനത്തിന് പ്രത്യുത്തരം നൽകുന്നതിനും ഇടയാക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനകളെല്ലാം പരിശുദ്ധാത്മാവിലൂടെ യേശു ക്രിസ്തു വഴി പിതാവായ ദൈവത്തിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിന് ഓർത്ത് ദൈവമേ നന്ദി പറയുകയും ചെയ്യുന്നു. ആമീൻ. ഇന്ന് വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ 25 മുതലുള്ള തിരുവാക്യങ്ങൾ നമുക്ക് ധ്യാനത്തിനും പഠനത്തിനും വിധേയമാക്കാം. 25-ാമത്തെ വാക്യം, 10-ാമത്തെ അധ്യായത്തിൽ 25-ാമത്തെ വാക്യം തുടങ്ങുന്നത് നല്ല സമരിയക്കാരൻ്റെ ഉപമ എന്ന് പറഞ്ഞുകൊണ്ടാണ്. നല്ല സമരിയക്കാരൻ്റെ ഉപമ. സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ടൈറ്റിലിനെ തന്നെ ഒന്ന് വിലയിരുത്തുന്ന സമയത്ത് നല്ല സമരിയക്കാരൻ്റെ ഉപമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതല്ലാത്ത സമരിയക്കാരും ഉണ്ടായിരുന്നു. നല്ലതല്ലാത്ത സമരിയക്കാരുടെ ഇടയിൽ നല്ലവനായ ഒരു സമരിയക്കാരനെ കുറിച്ച് പറയുന്നു. സമരിയക്കാരൻ ആരാണെന്നുള്ളൊരു ചിന്ത ചിലപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കയറി വരും. ആ ചിന്ത കയറി വരുന്ന സമയത്ത് നമ്മൾ ഇസ്രായേലിൻ്റെ ഭൂമിയും അതിൻ്റെ ചരിത്രവും പശ്ചാത്തലവും ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കുന്നത് ഈ ഉപമ മനസ്സിലാക്കുവാൻ നമ്മളെ സഹായിക്കും. ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുന്ന രാജ്യം അല്ലെങ്കിൽ ദേശം ഗലീലിയ, യൂദയ, സമാരിയ എന്ന് 3 പ്രദേശങ്ങളായിട്ട് വിഭജിക്കപ്പെട്ട് കിടക്കുന്നു. കേരളത്തിൽ മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു വിഭജനം. യാക്കോബിൻ്റെ 12 മക്കളിൽ 10 മക്കൾ താമസിച്ചിരുന്നത് ഗലീലി പ്രദേശത്താണ്. യാക്കോബിൻ്റെ 2 മക്കളായ യൂദയും അവസാനത്തെ 12-ാമത്തെ മകനായ ബെഞ്ചമിനും അവരുടെ സന്തതി പരമ്പരകളാണ് യൂദ പ്രദേശത്ത് താമസിച്ചിരുന്നത്. ലേവി ഗോത്രത്തിൽപ്പെട്ട പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്ന ആളുകളും ജെറുസലേം ദേവാലയം യൂദയാദേശത്തായിരുന്നുകൊണ്ട് കുറേ ലേവി ഗോത്രത്തിൽപ്പെട്ട ആളുകൾ അവിടെ താമസിച്ചിരുന്നു. എന്നാൽ സമാരിയ പ്രദേശത്ത് ജോഷുവയുടെ നേതൃത്വത്തിൽ ദേശം യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന, ആ ദേശത്തുണ്ടായിരുന്ന ചില ആളുകൾ രാഷ്ട്രീയമായ ഒരു ഒത്തുതീർപ്പ് ജോഷുവുമായിട്ട് നടത്തി. ആ ഒത്തുതീർപ്പ് ഇങ്ങനെയായിരുന്നു: ഞങ്ങൾ വിറക് വെട്ടിയും വെള്ളം കോരിയും ചുമട് ചുമന്നും കാർഷിക വേല ചെയ്ത് നിങ്ങൾക്ക് ദാസ്യപ്രവൃത്തി ചെയ്ത് ഞങ്ങൾ ജീവിക്കാം, ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം എന്നായിരുന്നു അവരുടെ ആവശ്യം. ആ ആവശ്യം ഉന്നയിച്ചവരുമായി ജോഷുവ സന്ധി ചെയ്തു. ആ സന്ധി ചെയ്തതിന് ശേഷം ആ ദേശത്ത് അവരെ ഇസ്രായേൽ മക്കളെ സഹായിച്ചുകൊണ്ട് വിവിധ 7 പ്രാദേശിക ഗോത്രങ്ങളിൽപ്പെട്ട വിജാതീയരായിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. കാലാന്തരത്തിൽ ഈ വിജാതീയരായിട്ടുള്ള ആളുകൾ ചിലർ യഹൂദരെ വിവാഹം കഴിക്കുകയും യഹൂദരായിട്ടുള്ള ആളുകൾ വിജാതീയരെ വിവാഹം കഴിക്കുകയും അല്ലെങ്കിൽ മിശ്രവിവാഹം നടക്കുകയും അങ്ങനെ മിശ്രവിവാഹം ചെയ്ത ആളുകളെ ദേശത്തു നിന്ന് ബഹിഷ്കരിക്കുകയും പുറത്താക്കുകയും ചെയ്യുന്ന സമയത്ത് അവരെല്ലാം ഒന്ന് സമരിയ ദേശത്ത് വന്ന് താമസമാക്കി.
പകുതി യഹൂദ വിശ്വാസങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകളായതുകൊണ്ട് സമരിയാക്കാരെന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ മോശ എഴുതിയ ആദ്യത്തെ 5 ഗ്രന്ഥങ്ങളും പ്രത്യേകിച്ച് നിയമാവർത്തന ഗ്രന്ഥത്തിൽ പറയുന്ന നിയമസംഹിതയൊക്കെ അനുസരിച്ച് ജീവിച്ചിരുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ യഹൂദർ ഉപയോഗിക്കുന്ന 39 പുസ്തകങ്ങളിൽ 5 പുസ്തകങ്ങൾ മാത്രമാണ് സമരിയാക്കാർ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ യഹൂദരുമായിട്ട് പല കാര്യങ്ങളിലും വ്യാഖ്യാനങ്ങളിലും അവർക്ക് അഭിപ്രായ ഭിന്നതയുണ്ടായിരുന്നു. ജെറുസലേം ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ച യഹൂദൻ അതേസമയം ഗെരേസിൻ മലമുകളിൽ പോയി പ്രാർത്ഥിക്കുന്ന സമരിയാക്കാരൻ. അപ്പോൾ വിശ്വാസത്തിലും ആരാധനാക്രമത്തിലും ജീവിതശൈലിയിലെല്ലാം വ്യത്യസ്തത പുലർത്തിയിരുന്ന ആളുകൾ. അതുകൊണ്ട് തന്നെ നികൃഷ്ടരായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട സമൂഹത്തിൽ നിന്ന് ബഹിഷ്കൃതരായവർ എന്നുള്ള ഒരു മേൽവിലാസത്തോടുകൂടിയാണ് സമരിയാക്കാർ ജീവിച്ചിരുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വേണം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ട, മാറി താമസിക്കാൻ നിർബന്ധിതരായി തീർന്ന, ബഹിഷ്കരിക്കപ്പെട്ട വ്യക്തികളാണ് സമരിയാക്കാർ. അതുകൊണ്ട് തന്നെ അവർ ധാർമ്മിക മൂല്യങ്ങൾ ഇല്ലാത്തവരാണ് എന്നാണ് ഇസ്രായേൽക്കാർ വിളിച്ചിരുന്നത്. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം നല്ല സമരിയാക്കാരുടെ ഉപമ നമ്മൾ കേട്ടു തുടങ്ങാനായിട്ട്. രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് എന്താണ് ഉപമ എന്നാണ്. യേശയ്യാപ്രവചന പുസ്തകത്തിലും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലും മാർക്കോസിൻ്റെ സുവിശേഷത്തിലെല്ലാം കാണുന്നുണ്ട് യേശു എന്തിനു വേണ്ടിയാണ് ഉപമകളിലൂടെ സംസാരിച്ചത്. അതിൻ്റെ രത്നച്ചുരുക്കം ഇങ്ങനെയാണ്: കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും, കേട്ടിട്ടും കേൾക്കാതിരിക്കുന്നതിനും, കണ്ടും കേട്ടും മനസ്സ് തിരിഞ്ഞ് രക്ഷ പ്രാപിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് യേശു ഉപമകളിലൂടെ സംസാരിച്ചത്. സാധാരണഗതിയിൽ നമുക്കൊരു ചിന്തയുണ്ട്, ഉപമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലളിതമായിട്ട് ആളുകൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ കഥാരൂപത്തിൽ പറയുന്നു, ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് യേശു ഉപമകളിലൂടെ സംസാരിച്ചതെന്നാണ് നമ്മുടെ ഒരു ചിന്ത. എന്നാൽ വചനം പറയുന്നു അങ്ങനെ ലളിതമായ ഭാഷയിൽ പറഞ്ഞതല്ല, നിഗൂഢമായ ഭാഷയിൽ ആളുകൾക്ക് മനസ്സിലാവാതിരിക്കുന്നതിന് വേണ്ടി യേശു ഉപമകളിലൂടെ സംസാരിച്ചു. എന്നാൽ ശിഷ്യന്മാരായിട്ടുള്ള ആളുകൾ യേശുവിൻ്റെ അടുത്ത് വരുന്ന സമയത്ത് യേശു അവർക്ക് വചനം വ്യാഖ്യാനിച്ചു കൊടുത്തു. വിത്തുകളുടെ ഉപമ പറയുന്ന സമയത്ത് ശിഷ്യന്മാർ വന്ന് ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ ഉപമയുടെ സാരാംശം? യേശു അവരെ പഠിപ്പിക്കുന്നു, ആരാണ് വിതക്കാരൻ, ആരാണ് ശത്രു, ശത്രു എന്തുകൊണ്ടാണ് കള വിതച്ചത്, എന്താണ് വിത്ത്, നല്ല നിലം എന്താണ്, വഴിയരികിൽ വീണ വിത്ത് എന്താണ്, പാറപ്പുറത്ത് വീണ വിത്ത് എന്താണ്, അവസാനം 30, 60, 100 മേനി വിളവ് നൽകുന്നത് എന്താണ്, എന്താണ് കൊയ്ത്ത്, യുഗാന്ത്യം, ഇതിനെക്കുറിച്ചൊക്കെ ഉപമകളിലൂടെ പറഞ്ഞതെല്ലാം ശിഷ്യന്മാർക്ക് മാത്രം മനസ്സിലാക്കി കൊടുത്തു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ഉപമകളിലൂടെ സംസാരിക്കുന്ന സമയത്ത് ശിഷ്യന്മാർക്ക് മാത്രമേ മനസ്സിലായുള്ളൂ, വേറെ ആർക്കും മനസ്സിലായില്ല. ഈ 2 പശ്ചാത്തലത്തിൽ നല്ല സമരിയാക്കാരൻ്റെ ഉപമ എന്ന് പറയുന്ന സമയത്ത് സമരിയാക്കാരൻ ആരാണെന്നും ഉപമ പറഞ്ഞതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞാൽ മാത്രമാണ് പിന്നീട് വരുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. തുടർന്ന് നമ്മൾ വായിക്കുന്ന സമയത്ത് ഇങ്ങനെ കാണുന്നുണ്ട്, ഒരു നിയമജ്ഞൻ എഴുന്നേറ്റ് നിന്ന് യേശുവിനോടൊരു ചോദ്യം ചോദിക്കുന്നു. ഈ കാലഘട്ടങ്ങളിൽ ധ്യാനങ്ങളും ദേവാലയത്തിൽ നടക്കുന്ന സുവിശേഷ യോഗങ്ങളൊക്കെ നടക്കുമ്പോൾ വളരെ എളുപ്പമാണ്. പ്രസംഗിക്കാൻ അനുവദിക്കപ്പെട്ട സമയത്ത് ചെല്ലുന്നു, പ്രസംഗം പറയുന്നു, തിരിച്ചു പോകുന്നു. ആ കാലഘട്ടത്തിൽ അങ്ങനെയല്ല. പ്രസംഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾക്ക് ചോദ്യങ്ങൾ ചോദിക്കുകയും പ്രാസംഗികൻ അതിനുള്ള മറുപടി കൊടുക്കുകയും ജനത്തിന് തൃപ്തികരമായ മറുപടി കൊടുക്കുന്നില്ലെങ്കിൽ പലപ്പോഴും അത് ചെറിയ പ്രയാസങ്ങളിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യും. അപ്പം ഇങ്ങനൊരു സ്ഥലത്ത് നമ്മൾ യേശു എവിടെയെല്ലാം പ്രസംഗിക്കാൻ പോകുന്നുണ്ടോ അവിടെ നമ്മൾ കാണുന്നൊരു നടപടിക്രമമുണ്ട്. ഒന്നല്ലെങ്കിൽ ഫരിസേയരായിട്ടുള്ള ആളുകൾ അവിടെ വന്ന് നിൽക്കുന്നു, അല്ലെങ്കിൽ സദുക്കരായിട്ടുള്ള ആളുകൾ വന്ന് നിൽക്കുന്നു, നിയമജ്ഞർ വന്ന് നിൽക്കുന്നു, പൊതുജനം വരുന്നു. ഇങ്ങനെ പല ടൈപ്പ് ആളുകൾ കേൾക്കാൻ വന്ന് നിൽക്കുന്നു. ഇവിടെ പറയുന്നു യേശു പ്രസംഗിക്കുന്ന സ്ഥലത്ത് ഒരു നിയമജ്ഞൻ വന്നിട്ടുണ്ടായിരുന്നു. ആ നിയമജ്ഞൻ എഴുന്നേറ്റ് നിന്നിട്ടൊരു ചോദ്യം ചോദിക്കുന്നു. 25-ാമത്തെ വാക്യത്തിൽ ഇതാണ്, ഗുരു, നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? ജീവനെക്കുറിച്ചോ ജീവിതത്തെക്കുറിച്ചോ ഭൗതിക ലോകത്തെക്കുറിച്ചോ ഒന്നല്ല ചോദിച്ചത്, നിത്യജീവിതത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്, മരണാനന്തര ജീവിതത്തെക്കുറിച്ചാണ്
ചോദിക്കുന്നത്. അനശ്വരമായ ആത്മാവിനെ കുറിച്ചാണ് ജീവിക്കുന്നത്. സ്വർഗ രാജ്യത്തെക്കുറിച്ചും സ്വർഗത്തിലെ ജീവിതത്തെക്കുറിച്ചൊക്കെയാണ് ചോദിക്കുന്നത്. ആ ചോദ്യം ചോദിക്കുന്ന സമയത്ത് നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്ന സമയത്ത് ഈ നിയമജ്ഞൻ്റെ ഒരു പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ പറയുന്നുണ്ട് ഈ നിയമജ്ഞൻ എന്തിനു വേണ്ടിയാണ് ചോദിക്കുന്നതെന്ന്. അവനെ പരീക്ഷിക്കുവാൻ വേണ്ടി ചോദിക്കുന്നത്. അപ്പോൾ യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് യേശുവിനെ പരീക്ഷിക്കാനായിട്ട് നിയമജ്ഞൻ ഇറങ്ങി പുറപ്പെടുന്നത്? അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. ആ കാരണം മോശ സീനായ് മലയുടെ മുകളിൽ പോയി 40 ദിനരാത്രങ്ങൾ പ്രാർത്ഥിച്ച് തിരിച്ചു വരുന്ന സമയത്ത് 2 കൽപ്പനകളിൽ 10 കൽപ്പനകൾ എഴുതി കൊണ്ടുവരുന്നു. അതിനുശേഷം ജനത്തിന് 613 നിയമങ്ങൾ എഴുതി കൊടുക്കുന്നു. സദാചാര നിയമങ്ങൾ, ധാർമ്മിക നിയമങ്ങൾ, സമുദായ നിയമങ്ങൾ, സാമൂഹിക നിയമങ്ങൾ, ആരാധന നിയമങ്ങൾ. ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന് ആവശ്യമായതും ദൈവത്തോടുള്ള ഭക്തിയിലും വളരുന്നതിനും ആരാധന നടത്തുന്നതിനും ശുശ്രൂഷ ചെയ്യുന്നതിനും ഒരു ക്രമം സമൂഹത്തിൽ മുഴുവൻ ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള നിയമങ്ങൾ എഴുതുന്നു. ഈ 613 നിയമങ്ങൾ പഠിക്കുകയും അതിൻ്റെ നിയമവ്യാഖ്യാനങ്ങൾ പഠിക്കുകയും ആ നിയമലംഘനം ആരെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ 2 സാക്ഷികളുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കാൻ അധികാരമുള്ള ആളായിരുന്നു നിയമജ്ഞൻ. എന്ന് പറഞ്ഞാൽ ഒരേ സമയം വക്കീലും ഒരേ സമയം ജഡ്ജിയായിരുന്ന ആളാണ് നിയമജ്ഞൻ. ഈ നിയമജ്ഞൻ യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ചോദ്യം ചോദിക്കുന്നത്. എന്താണ് ചോദ്യം ചോദിക്കുന്നത്? ആ ചോദ്യം എങ്ങനെയാണ്? നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ ഉപമ മുന്നോട്ട് വായിച്ചു പോകുന്ന സമയത്ത് 3 കാര്യങ്ങൾ മനസ്സിലുണ്ടാകണം. 1 നല്ല സമരിയാക്കാരൻ, 2 ഉപമ, 3 നിയമജ്ഞൻ, അത് കഴിഞ്ഞ് 4-മതായിട്ട് ഏറ്റവും സർവപ്രധാനമായ യേശു, 5 കാഴ്ചക്കാർ. നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? അവൻ ചോദിച്ചു. നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ച വഴിക്ക് യേശു തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്. നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? നീ എന്ത് വായിക്കുന്നു? നിയമഗ്രന്ഥത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? നീ എന്ത് വായിക്കുന്നു? അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ സുവിശേഷത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? സുവിശേഷത്തിൽ ഏത് ഭാഗമാണ് വായിച്ചിട്ടുള്ളത്? നീ എന്ത് എഴുതിയിരിക്കുന്നു? എന്ത് വായിക്കുന്നു? ആ ചോദ്യം, മറുചോദ്യം യേശുവിൽ നിന്ന് വന്ന സമയത്ത് തന്നെ ഈ നിയമജ്ഞൻ മറുപടി കൊടുക്കുന്നുണ്ട്. അവൻ വായിച്ചതും എഴുതിയതും അറിവിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് പറയുന്നു, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. 1-ാം പ്രമാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കൽപ്പന പറയുന്നു. 2, നിന്റെ അയൽക്കാരനെ നിന്നെ പോലെയും സ്നേഹിക്കണം. അയൽക്കാരനെ സ്നേഹിക്കണം, അത് നീ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. നീ നിന്നെ സ്നേഹിക്കുന്ന പോലെ. കേൾക്കുമ്പോൾ വിചാരിക്കും നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളെ തന്നെ സ്നേഹിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മളെ തന്നെ സ്നേഹിക്കുന്ന പോലെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നാണ്. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ഒരു ആത്മീയ വിഷയമുണ്ട്. എൻ്റെ കഴിഞ്ഞ 30 വർഷക്കാലത്തെ സുവിശേഷ വേലയുമായി ബന്ധപ്പെട്ടും കൗൺസിലിംഗ് ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടും പല ആളുകളെ കാണുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയൊരു ആത്മീയ സത്യം, ബഹുഭൂരിപക്ഷം ആളുകളും അവരവരെ തന്നെ സ്നേഹിക്കുന്നില്ല. ഞാൻ എൻ്റെ ശുശ്രൂഷ ജീവിതത്തിലുണ്ടായ ചില അനുഭവങ്ങൾ സൂചിപ്പിക്കാം. ധ്യാനത്തിന് കടന്നു വന്ന ഒരു പെൺകുട്ടി വളരെ നിരാശ ബാധിച്ച പോലെയാണ് നിൽക്കുന്നത്. ഉയർന്ന ജോലി, ശമ്പളമൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് മുഖത്ത് മ്ലാനത എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് വിവാഹപ്രായമൊക്കെ കഴിഞ്ഞു തുടങ്ങി, 30-നടുത്തെത്തി. എനിക്കിതുവരെ അനുയോജ്യമായ ഒരു വിവാഹാലോചന വന്നിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് വിവാഹാലോചന നടക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ ത്വക്കിൻ്റെ നിറം അല്ലെങ്കിൽ തൊലിയുടെ നിറം കറുപ്പായതുകൊണ്ട് ആൺകുട്ടികളാരും എന്നെ വിവാഹം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് എൻ്റെ വിവാഹം നടക്കാത്തത്. ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നില്ല. മറ്റൊരു പെൺകുട്ടി പറഞ്ഞത്, എനിക്ക് മുടി ഇല്ല, മുടി കൊഴിഞ്ഞു പോകുന്നു, എനിക്ക് മുടിയില്ലാത്തതുകൊണ്ട് എനിക്ക് സൗന്ദര്യമില്ല എന്നാണ് പറയുന്നത്. വേറൊരു പെൺകുട്ടി പറഞ്ഞത്, എൻ്റെ മുടി ചുരുണ്ടാണ് ഇരിക്കുന്നത്, ബ്യൂട്ടി പാർലറിൽ പോയി അത് സ്ട്രെയിറ്റൻ ചെയ്യാനായിട്ട് പല ശ്രമങ്ങളും നടത്തി,
അത് കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും പഴയ രൂപത്തിലേക്ക് തന്നെ വരുന്നു. പെർമനൻറ്റ് സ്ട്രെയിറ്റനിങ് നടത്തിയാൽ ശരിയാവുമെന്ന് പറഞ്ഞു, അതും ചെയ്തു, ശരിയായില്ല. ഇപ്പോഴും വീണ്ടും ചുരുണ്ടിരിക്കുന്നു. മുടി ചുരുണ്ടിരിക്കുന്നത് കൊണ്ട് എന്നെ കാണാൻ ഭംഗിയില്ല. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ, എനിക്ക് പലപ്പോഴും കണ്ണാടിയിൽ നോക്കുമ്പോൾ എനിക്ക് എന്നെ കാണുമ്പോൾ തന്നെ ദേഷ്യം വരും. വേറെ ഒരു പെൺകുട്ടി പറഞ്ഞത്, എനിക്ക് വിവാഹം നടക്കുന്നില്ല. എൻ്റെ കാരണം പറഞ്ഞത്, എനിക്ക് 4 അടി 10 ഇഞ്ചാണ് ഉയരമുള്ളത്. എനിക്ക് ഉയരമില്ല, ഞാൻ ഡ്വാർഫാണെന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. അതുകൊണ്ട് എനിക്ക് വിവാഹം നടക്കുന്നില്ല. ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നില്ല. എന്തിനിങ്ങനൊരു ജീവിതം? ഇനി മറ്റൊരു പെൺകുട്ടി പറഞ്ഞത്, ഞാൻ 5 അടി 11 ഇഞ്ച് ഉയരമുണ്ട്. തോട്ടിക്കോലെന്നാണ് എന്നെ എല്ലാവരും വിളിക്കുന്നത്. ഞാൻ ഉയരക്കൂടുതലായതുകൊണ്ട് എൻ്റെ വിവാഹം നടക്കുന്നില്ല. ഇതൊക്കെ പെൺകുട്ടികളുടെ സൈഡിൽ നിന്ന് കേട്ട പ്രയാസങ്ങളാണ്. ഇതിന് തത്തുല്യമായ വിഷയങ്ങൾ അപ്പുറത്ത് ആൺകുട്ടികളും പറയുന്നുണ്ട്. ഒരു ചങ്ങാതി വന്ന് പറഞ്ഞത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ 120 കിലോ വെയിറ്റുണ്ട്. വെയിറ്റ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ജിമ്മിൽ പോയി എക്സർസൈസ് ചെയ്തു, എന്തോ പൗഡറൊക്കെ വാങ്ങി കഴിച്ചു, സൂംബ ഡാൻസ് ചെയ്തു, വണ്ണം കുറയ്ക്കാനുള്ള പലവിധ വ്യായാമ മുറകളിൽ ഏർപ്പെട്ടു. ഇതെല്ലാം ചെയ്തിട്ടും എൻ്റെ വെയിറ്റ് കുറയുന്നില്ല. അതുകൊണ്ട് എനിക്ക് അനുയോജ്യമായ വിവാഹം നടക്കുന്നില്ല. എൻ്റെ പേര് തോമസ് എന്നാണ്. പക്ഷെ ആളുകൾ എന്നെ തവളത്തൊമ്മൻ എന്നാണ് വിളിക്കുന്നത്. എൻ്റെ വണ്ണം കാരണമാണ് എന്നെ ഇങ്ങനെ പരിഹസിക്കുന്നത്. വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പറയുന്നു, ആ മനുഷ്യൻ അയാളെ തന്നെ സ്നേഹിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പരാധീനതകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ വ്യക്തി ജീവിതത്തിലുണ്ടായ ചില അനുഭവങ്ങൾ പറഞ്ഞു മാത്രം. ആളുകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് അവരവരെ തന്നെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണ്. ചില ആളുകൾ അവർ താമസിക്കുന്ന വീട് സ്നേഹിക്കുന്നില്ല. വീട് ചെറിയ വീടാണ്, കാണാൻ ഭംഗിയില്ലാത്ത വീടാണ്. ചില കുട്ടികൾ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ, അവരുടെ വ്യക്തിപരമായ കഴിവും ഒക്കെ പഠിച്ചുയർന്ന് വന്നിട്ടുള്ള ആളുകളാണ്. പക്ഷെ ജോലിയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും അവർ വിവാഹാലോചന നടക്കുന്ന സമയത്ത് അവരാകെ അസ്വസ്ഥരാണ്. കാരണം മാതാപിതാക്കളൊക്കെ ഗ്രാമപ്രദേശത്തുള്ള ആളുകളാണ്. അവരുടെ സംസാര ശൈലിയും വസ്ത്രധാരണ ശൈലിയൊക്കെ ഒരു ഗ്രാമീണ ശൈലിയാണ്. അത് ഇപ്പോൾ ഇവരെ നഗരങ്ങളിൽ താമസിക്കുകയും ഉയർന്ന ജോലിയും ശമ്പളവും വരുമാനമൊക്കെ ആയി വിവാഹാലോചന വരുന്ന സമയത്ത് സ്വന്തം മാതാപിതാക്കളെ ഓർത്ത് പലർക്കും വേദന, ദേഷ്യം, എന്തുകൊണ്ട് ഞാൻ ഇങ്ങനൊരു കുടുംബത്തിൽ ജനിച്ചു എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന ആൺകുട്ടികൾ, പെൺകുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ പല ആളുകളെയും കാണുന്നത് അവരുടെ മനസ്സിന് മുറിവേറ്റുകൊണ്ടുള്ളൊരു ജീവിതമാണ്. അവർക്ക് അവരവരെ തന്നെ അംഗീകരിക്കാൻ, അവർ ചെയ്യുന്ന തൊഴിലിനെ അംഗീകരിക്കാൻ, അവരുടെ കുടുംബത്തെ അംഗീകരിക്കാൻ, മാതാപിതാക്കളെ അംഗീകരിക്കാൻ, അവരുടെ തന്നെ ശാരീരിക ഘടന, അവരുടെ തൊഴിൽ, അവരുടെ വരുമാനം, ജീവിതശൈലി, ഇതൊന്നും അംഗീകരിക്കാൻ പലർക്കും സാധ്യമല്ല. മാത്രമല്ല മറ്റുള്ളവരിലേക്കാണ് നോക്കുന്നത്. മറ്റുള്ളവർ ചെയ്യുന്നത് എനിക്ക് ചെയ്യാൻ കഴിയാത്തതിലുള്ള വേദന എന്ന് പറഞ്ഞാൽ തന്നെ അംഗീകരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ സുവിശേഷം പറയുന്നു, യേശു പറയുന്നു, നീ നിന്നെ തന്നെ ആദ്യം ഒന്ന് സ്നേഹിക്കുക. നിൻ്റെ കുറവുകൾ, നിൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിച്ച പ്രയാസങ്ങൾ, ആ പ്രയാസങ്ങളിലൂടെ നീ കടന്നു പോകണം തീർച്ചയായിട്ടും. അപ്പോൾ നീ നിന്നെ തന്നെ സ്നേഹിക്കുക. നീ നിന്നെ സ്നേഹിക്കുന്ന പോലെ അയൽക്കാരെ സ്നേഹിക്കുക. നീ നിന്നെ സ്നേഹിക്കുന്ന പോലെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ നീ നിന്നെ തന്നെ സ്നേഹിക്കുന്നില്ലെങ്കിൽ എങ്ങനെയാണ് അയൽക്കാരനെ സ്നേഹിക്കുക? ശക്തമായിട്ടുള്ളൊരു ചോദ്യമാണിത്. അപ്പോൾ നിത്യജീവൻ അവകാശമാക്കാനുള്ള ഒരു യാത്രയിൽ നിയമത്തിൻ്റെ ചോദ്യം, നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്നാണ്. ഒന്നാമത് ചെയ്യേണ്ടത് നീ നിന്നെ തന്നെ സ്നേഹിക്കുക. 2, നീ നിന്നെ തന്നെ സ്നേഹിക്കുന്ന പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഇത് പറഞ്ഞ വഴിക്ക് യേശു നിയമത്തിനോട് പറഞ്ഞു, നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞു, ഇതനുസരിച്ച് പ്രവർത്തിക്കുക, നീ ജീവിക്കും. 28-ാമത്തെ വാക്യത്തിലാണ് യേശു പ്രതിവചിച്ചു, നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞു, ഇതനുസരിച്ച് പ്രവർത്തിക്കുക, നീ ജീവിക്കും. ഈ നിയമജ്ഞൻ പറഞ്ഞത് മോശയുടെ നിയമങ്ങളും കൽപ്പനകളും അനുസരിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ യേശു അതിന് മറുപടി കൊടുക്കുകയാണ്, മോശയുടെ നിയമവും കൽപ്പനയും അനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ നീ ഈ ലോകത്തിൽ ജീവിക്കും.
നിത്യജീവൻ അവകാശമാക്കണം എന്നാണ് ചോദ്യം. അതിനെന്ത് ചെയ്യണം, എന്ത് എഴുതി വായിക്കുന്നു എന്നൊക്കെ ചോദിച്ച സമയത്ത് നിയമജ്ഞൻ തനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയുന്നു. ആ പറയുന്ന സമയത്ത് മോശയുടെ നിയമങ്ങൾ ഉദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. മോശയുടെ നിയമം ഉദ്ധരിക്കുന്ന സമയത്ത് പറഞ്ഞു, അങ്ങനെ മോശ നൽകിയ നിയമം അനുസരിച്ച് നീ പ്രവർത്തിക്കുകയാണെങ്കിൽ നീ ജീവിക്കും, ലോകത്ത് നീ ജീവിച്ചു പോകും, പക്ഷെ നിത്യജീവൻ അവകാശമാക്കില്ല എന്ന് പറയാതെ പറയുന്നു. ഇത് കഴിഞ്ഞ് ഈ ചോദ്യത്തിനൊരു ഉത്തരം കൊടുക്കുകയാണ്. അവൻ തന്നെ സാധൂകരിക്കാൻ ആഗ്രഹിച്ച യേശുവിനോട് ചോദിച്ചു, ആരാണ് എൻ്റെ അയൽക്കാരൻ? 29ാമത്തെ വാക്യമാണ്, ആരാണ് എൻ്റെ അയൽക്കാരൻ? യേശുവിനോട് ചോദിക്കുകയാണ്, ആരാണ് എൻ്റെ അയൽക്കാരൻ? തന്നെ സാധൂകരിക്കാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്, ആരാണ് എൻ്റെ അയൽക്കാരനെന്ന്. ഇപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് നമ്മുടെ ഒരു കാഴ്ചപ്പാടുണ്ട്, നമ്മുടെ വീടിന് ചുറ്റും താമസിക്കുന്ന ആളാണ് നമ്മുടെ അയൽക്കാരൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ അയൽക്കാരാണ് നമുക്കറിയാം. എന്നാൽ ഈ നിയമജ്ഞൻ തന്നെ സാധൂകരിക്കാൻ വേണ്ടിയാണ് ചോദ്യം ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധൂകരിക്കാൻ ചോദിക്കുന്ന സമയത്ത് യേശുവിനോട് ചോദിക്കുന്നു, ആരാണ് എൻ്റെ അയൽക്കാരൻ? ആരാണ് അയൽക്കാരൻ എന്ന് പറയുന്നതിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി കൊടുക്കുന്നു. എന്താണ് മറുപടി കൊടുക്കുന്നത്? യേശു പറഞ്ഞു, ആരാണ് അയൽക്കാരൻ എന്ന് ചോദിച്ച സമയത്ത് യേശു കൊടുക്കുന്നൊരു മറുപടിയാണ്, സാധാരണഗതിയിൽ ആരാണ് നിൻ്റെ അയൽക്കാരൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല എന്നാണ് പറയുന്നത്. പക്ഷേ യേശു പറയുന്നത്, ഒരുവൻ ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോവുകയായിരുന്നു. ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോവുകയായിരുന്നു. ചക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുക്കെന്ന് മറുപടി കൊടുക്കുന്ന പോലെയാണ് വരുന്നത്. ആരാണ് അയൽക്കാരൻ എന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞു, ഒരുവൻ ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോകുന്നു. പെട്ടെന്ന് കേട്ടാൽ ആളുകൾക്ക് മനസ്സിലാവില്ല. ഞാൻ ചെറിയ 1-2 ഉദാഹരണങ്ങൾ പറയാം. ഒരാൾ എ ഓർ ബി പോട്ടയ്ക്ക് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്ന ക്രിസ്ത്യാനിയാണ് കേൾക്കുന്നതെങ്കിൽ അപ്പം തന്നെ മനസ്സിലാവും പ്രാർത്ഥനയ്ക്കോ ധ്യാനത്തിനാണ് പോകുന്നത്. വേളാങ്കണ്ണിക്ക് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനിയാണ് കേൾക്കണമെങ്കിൽ അയാൾക്ക് അപ്പം തന്നെ മനസ്സിലാവും പ്രാർത്ഥനയ്ക്കോ വഴിപാടിനോ നേർച്ചയ്ക്കോ ആണ് വേളാങ്കണ്ണിയിൽ പോകുന്നത്. ഇനി തിരുവനന്തപുരത്തുള്ള ഒരാളാണെങ്കിൽ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഊളംപാറയ്ക്കാണ് പോണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ട ആൾക്ക് അപ്പം മനസ്സിലാവും മാനസിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറെ കാണാൻ വേണ്ടിയാണ് പോകുന്നത്. കുതിരവട്ടത്താണ് പോകുന്നതെന്ന് കോഴിക്കോടുള്ള ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ കേൾക്കുന്ന ആൾക്ക് അപ്പം മനസ്സിലാവും കുതിരവട്ടത്തുള്ള മാനസിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് ഈ സഹോദരൻ പോകുന്നെന്ന് മനസ്സിലാവും. തൃശ്ശൂരിലാണെങ്കിലും ഇത് തന്നെ ഇതേ ചോദ്യം ചോദിച്ചു, പടിഞ്ഞാറക്കോട്ടയ്ക്കാണ് പോണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരനാട്ടുകര ഒളരി ഭാഗത്തൊക്കെ ഉള്ള ആളുകൾ പ്രത്യേകിച്ച് എടുത്തു ചോദിക്കും, പ്രാന്ത ചികിത്സയ്ക്കാണോ പോണേന്ന് ചോദിക്കും. കാരണം അവിടെ മാനസികാരോഗ്യ കേന്ദ്രം അവിടെ ഉണ്ട്. അപ്പോൾ ഈ ഏത് ഒരു സ്ഥലത്തിൻ്റെ പേര് പറയുന്ന സമയത്ത് തന്നെ നമ്മുടെ മനസ്സിൽ ചില ആശയങ്ങൾ രൂപം കൊള്ളുന്നു. അതുപോലെ ഇവിടെ പറയുന്നു ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോകുന്നു എന്ന് പറയുന്നു. എന്താണ് ജെറുസലേമും ജെറീക്കോയും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ജെറുസലേം ഒരു കുന്നും പ്രദേശത്തുള്ള വിശുദ്ധമായ ഒരു നഗരമാണ്. യഹൂദർക്ക് ആകെ കൂടെ ഒരു ദേവാലയമേ ഉള്ളൂ, അത് ജെറുസലേമിലാണ്. ആ ദേവാലയത്തിന് ചുറ്റും ലേവി ഗോത്രത്തിൽപ്പെട്ട പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നവരും ദേവാലയ ശുശ്രൂഷ ചെയ്യുന്ന ആളുകളുമാണ് ഈ ദേവാലയത്തിന് ചുറ്റും താമസിക്കുന്നത്. അതേസമയം മറ്റൊരു പട്ടണത്തെക്കുറിച്ച് പറയുന്നു, ജെറീക്കോ എന്ന്. ജെറീക്കോ സമാരിയ പ്രദേശത്തിൻ്റെ തലസ്ഥാനമാണ്. അല്ലെങ്കിൽ യഹൂദന്മാരുടെ കാഴ്ചപ്പാടിൽ ദൈവിക കൽപ്പനകൾ ലംഘിച്ച് ധാർമ്മിക നിയമങ്ങളില്ലാതെ ജീവിക്കുന്ന ആളുകളാണ് സമരിയ പ്രദേശത്തുള്ളത്. അപ്പോൾ അതിൻ്റെ തലസ്ഥാനത്ത് അതിൽ ഏറ്റവും മോശം സ്വഭാവക്കാർ താമസിക്കുന്ന ഇടമാണ് ജെറീക്കോ. ഇപ്പോൾ ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദേവാലയം ഉൾപ്പെടുന്ന വിശുദ്ധ നഗരത്തിൽ നിന്ന് തിന്മ പ്രവർത്തിക്കുന്ന ദൈവിക കൽപ്പനകളും നിയമങ്ങളും ലംഘിച്ച് ജീവിക്കുന്ന ആളുകളുടെ നഗരമായ ജെറീക്കോയിലേക്ക് ഒരുത്തൻ പോകുന്നു. അല്ലെങ്കിൽ വിശുദ്ധിയിൽ നിന്ന് അശുദ്ധിയിലേക്കുള്ള ഒരു യാത്ര ചെയ്യുന്ന വ്യക്തിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ കാഴ്ചപ്പാടുകൾ ഒരു മാറ്റം വരേണ്ട സമയമായിരിക്കും. തുടർന്ന് പറയുകയാണ്, ആ ജെറീക്കോയിലേക്കുള്ള യാത്രയിൽ അവൻ കവർച്ചക്കാരുടെ കയ്യിൽ പെട്ടു. ജെറീക്കോയിൽ എത്തിയിട്ടില്ല, ജെറുസലേം വിട്ട് ഇരിക്കുന്ന സമയത്ത് അവൻ കവർച്ചക്കാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അവനെ പ്രഹരിച്ച് അർദ്ധപ്രാണനാക്കിയിട്ട്
പോയി കളഞ്ഞു. ഇനിയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയം വരുന്നത്. വിശുദ്ധ നഗരത്തിൽ നിന്ന് അശുദ്ധിയുടെ തിന്മയുടെ വിളയുന്ന നഗരത്തിലേക്കുള്ള യാത്ര പോകുന്നു. ആ യാത്ര പോകുന്ന സമയത്ത് നമ്മൾ കാണുന്നു കവർച്ചക്കാരുടെ കയ്യിൽ അകപ്പെട്ടു, കള്ളന്മാരുടെ കയ്യിൽ പെട്ടു. കള്ളന്മാരുടെ കയ്യിൽ പെട്ട് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ എന്താ സംഭവിക്കുന്നത്? കള്ളന്മാർ പോക്കറ്റടിക്കും, അല്ലെങ്കിൽ വിലപിടിപ്പുള്ള സ്വർണം, വെള്ളി, പണം, അല്ലെങ്കിൽ ഏതെങ്കിലും വിലപിടിപ്പുള്ള വസ്തുക്കളുണ്ടെങ്കിൽ അത് വ്യക്തിയുടെ കയ്യിലാണെങ്കിലും ഭവനങ്ങളിലാണെങ്കിലും അവർക്ക് എടുത്തുകൊണ്ടുപോകാൻ എളുപ്പമുള്ള, വില ഏറ്റവും കൂടുതൽ കിട്ടുന്ന, വെയിറ്റ് ഏറ്റവും കുറവുള്ള വസ്തുക്കളെ അവർ മോഷ്ടിക്കുന്നു. ഇതാണ് സാധാരണ സംഭവിക്കാറ്. പക്ഷേ ഇവിടുത്തെ കള്ളനൊരു പ്രത്യേകതയുണ്ട്. ഈ കള്ളൻ ആദ്യം തന്നെ ചെയ്യുന്നത്, ഈ ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോകുന്നതിനെ കണ്ട വഴിക്ക് ആദ്യം ചെയ്യുന്നത് വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു കള്ളനും ചെയ്യാത്ത പണിയാണ്. സാധാരണ രീതിയിൽ കള്ളൻ ഒരു വ്യക്തിയെ ആദ്യം ആക്രമിക്കും, മർദ്ദിക്കും, അല്ലെങ്കിൽ ഉപദ്രവിക്കും, വസ്ത്രങ്ങൾ വലിച്ചു കീറും. ഇത് കഴിഞ്ഞ് വിലപിടിപ്പുള്ള സാധനങ്ങൾ എവിടെയാണെന്ന് ചോദിക്കും. ചോദിച്ചിട്ട് മറുപടി കൊടുത്തിട്ട് വീണ്ടും തല്ലും. ഇത് കഴിഞ്ഞ് വിലപിടിപ്പുള്ള സാധനങ്ങൾ കയ്യിലെടുക്കാനാണ് ശ്രമിക്കാറ്. പക്ഷെ ഇവിടെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും സംഭവിക്കുന്നില്ല. വന്ന വഴിക്ക് കള്ളൻ ചെയ്യുന്നത് വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ലോകത്തൊരു കള്ളനും ചെയ്യാത്ത പണിയാണ് ഈ കള്ളൻ പ്രത്യേകമായിട്ട് ചെയ്യുന്നത്. വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കും. വന്ന വഴിക്ക് വസ്ത്രം ഉരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. വസ്ത്രം, ഒരാൾ ഉപയോഗിച്ച വസ്ത്രം അത്ര വിലപിടിപ്പുള്ള സാധനമാണോ? അല്ല. അപ്പോൾ വിലപിടിപ്പ് ഇല്ലാത്ത സാധനം ഉരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ബൈബിളിലാണ് ഇത് പരാമർശിക്കുന്നതുകൊണ്ട് ഈ വസ്ത്രവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്ന് ചിന്തിക്കണം. നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, യാക്കോബ് തൻ്റെ 11ാമത്തെ മകനായ ജോസഫിനോട് പ്രത്യേക വാത്സല്യം. ജോസഫിനെ അണിയുവാൻ പ്രത്യേകമായ വസ്ത്രങ്ങൾ, ബഹുവർണ്ണത്തിലുള്ള വസ്ത്രം കൊടുക്കുന്നു. ആ വസ്ത്രം ഇട്ടുകൊണ്ട് അവൻ സഹോദരന്മാരുടെ അടുത്തേക്ക് പോകുന്നു. അവൻ കണ്ട സ്വപ്നങ്ങൾ പറയുന്നു. ഇത് കേട്ട വഴിക്ക് അവർക്ക് അവനോട് അസൂയ തോന്നുന്നു. ആടുകളെ മേയ്ക്കുന്ന സമയത്ത് അവരെ കാണാൻ വന്ന സമയത്ത് ഈ ബഹുവർണ്ണങ്ങളുള്ള വസ്ത്രം അണിഞ്ഞു വന്ന ജോസഫിൻ്റെ ദേഹത്ത് നിന്ന് ഈ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുകയും അവനെ പൊട്ടക്കിണറ്റിലിടുകയും പിന്നീട് പൊട്ടക്കിണറ്റിൽ നിന്ന് എടുത്ത് 30 വെള്ളി നാണയങ്ങൾക്ക് ഇസ്മായിലിയരായ വ്യാപാരികൾക്ക് വിൽക്കുകയും അവനെ ഈജിപ്തിൽ അടിമച്ചന്തയിൽ വിൽക്കുകയും അവൻ അവസാനം പോത്തിഫറിൻ്റെ ഭവനത്തിൽ അടിമയായിട്ട് കടന്നു വരികയും ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന സംഭവമാണ്. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്, ഈ അപ്പൻ കൊടുത്ത വിശേഷപ്പെട്ട വസ്ത്രം ഉരിഞ്ഞെടുത്തതിന് ശേഷമാണ് അവൻ്റെ ജീവിതത്തിലെ തകർച്ചകൾ മുഴുവൻ ആരംഭിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ ആദം ഹവ്വ ദമ്പതികളുടെ കഥ വായിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നുണ്ട്, അവർ പാപം ചെയ്തതിന് ശേഷം അവർ നഗ്നരാണെന്ന് അവർക്ക് തോന്നുന്നു. ദൈവസന്നിധിയിൽ കടന്നു വരുന്ന സമയത്ത് ദൈവം ചോദിക്കുന്നു, നീ എവിടെയാണെന്ന് ചോദിക്കുന്ന സമയത്ത് പറയുന്നു, ഞങ്ങൾ നഗ്നരായതുകൊണ്ട് മറന്നിരിക്കാമെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു നഗ്നരായി എന്നാണ് ഈ ദൈവം ചോദിക്കുന്നത്. തുടർന്ന് നമ്മൾ കാണുന്നുണ്ട്, തുകൽ കൊണ്ടുള്ള വസ്ത്രം അവർക്ക് ദൈവം കൊടുക്കുന്നു. അല്ലെങ്കിൽ പാപം ചെയ്തപ്പോൾ വസ്ത്രം നഷ്ടപ്പെടുന്നു. ദൈവിക ഇടപെടലുണ്ടാവുന്ന സമയത്ത് തുകൽ കൊണ്ട് വസ്ത്രം കൊടുക്കുന്നു. തുകൽ കൊണ്ട് വസ്ത്രം കൊടുക്കുന്നു എന്ന് പറഞ്ഞ സമയത്ത് ആടിനെ കൊന്ന് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ബലി കൊടുക്കുകയും ബലിമൃഗത്തിൻ്റെ തുകലും എടുത്ത് വസ്ത്രമാക്കി മാറ്റി. അല്ലെങ്കിൽ ദൈവിക സംരക്ഷണം വീണ്ടും അവരുടെ ജീവിതത്തിൽ കടന്നു വന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. ഈ 2 സംഭവങ്ങളിലും വസ്ത്രം നഷ്ടപ്പെടുന്നതും നേടുന്നതാണ് നമ്മൾ കാണുന്നത്. പിന്നീട് നമ്മൾ കാണുന്നുണ്ട്, സുവിശേഷത്തിലേക്കുള്ള ഒരു യാത്ര നടക്കുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും ഈ വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റി ദൈവിക സംരക്ഷണമാകുന്ന കവചം നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച്. ഏലിയ പ്രവാചകൻ തൻ്റെ മേലങ്കി എടുത്തുകൊണ്ട് ആകാശത്തിലേക്ക് ഉടലോടെ സ്വർഗത്തിലേക്ക് അടുക്കപ്പെടുന്ന സമയത്ത് താഴേക്ക് ഇട്ട് കൊടുക്കുന്നു. ഈ മേലങ്കി പ്രവാചകനായ എലീശയ്ക്ക് കിട്ടുന്നു. ആ എലീശയ്ക്ക് അത് കിട്ടുന്ന സമയത്ത് മുൻപ് പറഞ്ഞ ഒരു പ്രവചനമുണ്ട്, എൻ്റെ മേലങ്കി നിനക്ക് ലഭിക്കുകയാണെങ്കിൽ എനിക്കുള്ളതിൻ്റെ ഇരട്ടി പങ്ക് അഭിഷേകം കിട്ടുമെന്ന് എലീശയ്ക്ക് ഒരു വാഗ്ദാനം കൊടുക്കുന്നുണ്ട്. ഈ മേലങ്കി കിട്ടിയതിന് ശേഷം ഏലിയ പ്രവാചകൻ ആ മേലങ്കി എടുത്ത് വെള്ളത്തിൽ അടിക്കുന്ന സമയത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, ജോർദാൻ നദി 2ആയി പിളരുന്നു. വസ്ത്രം ലഭിക്കുമ്പോഴാണ് അഭിഷേകത്തിൻ്റെ പകർച്ച സംഭവിക്കുന്നത്. ജോസഫിന് വസ്ത്രം നഷ്ടപ്പെട്ടപ്പോഴാണ് അപ്പൻ്റെ സംരക്ഷണം നഷ്ടപ്പെട്ടത്. പുതിയ നിയമത്തിൽ കടന്നു വരുന്ന സമയത്ത് നമ്മൾ കാണുന്നുണ്ട്, യേശുവിൻ്റെ വിചാരണ നടക്കുന്നു. ആ യേശുവിൻ്റെ വിചാരണ നടക്കുന്ന സമയത്ത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യോഹന്നാൻ തന്നെ പരിചയപ്പെടുത്തുന്നതാണ്.
പത്രോസ് 3 തവണ യേശുവിനെ തള്ളിപ്പറയുന്നതിന് ശേഷം യോഹന്നാനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവനും അവൻ്റെ ശിഷ്യനല്ലേ എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ മേലങ്കി എടുത്ത് എറിഞ്ഞ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. അല്ലെങ്കിൽ തിന്മയുടെ ശക്തികൾ, യേശുവിനെതിരായിട്ടുള്ള ശക്തികൾ ശിഷ്യന്മാർക്കെതിരെ പീഡിപ്പിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് വസ്ത്രം ഉരിഞ്ഞ് മാറ്റിക്കൊണ്ടാണ് യോഹന്നാൻ ഓടി രക്ഷപ്പെടുന്നത്. യേശു ഉയർത്തതിന് ശേഷം കടൽക്കരയിൽ ചെന്ന സമയത്ത് മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ശിഷ്യന്മാരോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് വല്ലതും ലഭിച്ചോ? ഒന്നും ലഭിച്ചില്ലെന്ന് പറഞ്ഞ സമയത്ത് യേശു പറയുന്നുണ്ട്, നിങ്ങൾ ആഴത്തിൽ വലയിറക്കാൻ പറയുന്നു. ആഴത്തിൽ വലയിറക്കുന്നു, വല നിറയെ മീൻ കിട്ടുന്നു. വല നിറയെ മീൻ കിട്ടിയ വഴിക്ക് തന്നെ യോഹന്നാൻ പറഞ്ഞത് യേശുവാണ്. യേശുവാണെന്ന് പറഞ്ഞ സമയത്ത് പത്രോസ് നഗ്നനായിരുന്നു. അവൻ മേലങ്കി എടുത്ത് അണിഞ്ഞ് കടലിൽ ചാടി നീന്തി യേശുവിൻ്റെ അടുത്ത് വരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാത്തിരുന്ന് പ്രാർത്ഥിക്കാൻ കൊടുത്ത ഉപദേശം പത്രോസ് മറന്നു. യേശു മരിച്ചു കഴിഞ്ഞപ്പോൾ പഴയ തൊഴിലിൽ തന്നെ കടന്നുപോയി. പഴയ തൊഴിലിന് പോയിട്ട് ഒന്നും കിട്ടാതിരുന്ന സമയത്ത്, യേശു പറഞ്ഞ പോലെ ആഴത്തിൽ വലയിറക്കിയ സമയത്ത്, വല നിറയെ മത്സ്യം കിട്ടിയ സമയത്ത്, മുൻപ് ഇതുപോലെ മീൻ കിട്ടാതിരുന്ന സമയത്ത് യേശു പറഞ്ഞ പ്രകാരം പ്രവർത്തിച്ചപ്പോൾ മീൻ കിട്ടിയ അനുഭവം ഉണ്ടായിരുന്നുകൊണ്ട് പത്രോസിന് മനസ്സിലായത് യേശുവാണ്. അതുകൊണ്ട് തന്നെ മേലങ്കി ധരിച്ചുകൊണ്ട് അവൻ യേശുവിൻ്റെ അടുത്തേക്ക് വരും. ജോസഫ് പോത്തിഫറിൻ്റെ ഭവനത്തിലായിരിക്കുന്ന സമയത്ത് പോത്തിഫറിൻ്റെ ഭാര്യ ജോസഫിൻ്റെ മേൽവസ്ത്രം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ലൈംഗിക പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി ജോസഫ് ഓടി രക്ഷപ്പെടുന്നു. ആ രക്ഷപ്പെടുന്ന സമയത്ത് പോത്തിഫറിൻ്റെ ഭാര്യ ഭർത്താവിനോട് പറയുന്ന ഇതുണ്ട്, ഈ വസ്ത്രത്തിൻ്റെ ഉടമ എന്നെ ലൈംഗികമായി അപമാനിക്കാനായിട്ട് ശ്രമിച്ചു. വസ്ത്രം നഷ്ടപ്പെട്ടപ്പോഴാണ് ജോസഫിന് ജയിലിലേക്ക് പോകേണ്ടി വന്നത്. ജോസഫിൻ്റെ ജീവിതത്തിൽ പിന്നീട് ജയിലിൽ ചെന്ന സമയത്ത് ജയിലിലെ ആളുകളെ ഭരിക്കുന്ന ചാക്ക് വസ്ത്രം ധരിക്കേണ്ടി വരുന്നു. പിന്നീട് ഫറവോയുടെ സ്വപ്നം വ്യാഖ്യാനിച്ചതിന് ശേഷം തിരിച്ചു വരുന്ന സമയത്ത് ഫറവോ തന്നെ പറയുന്നുണ്ട്, അവനെ രാജകീയമായ വസ്ത്രങ്ങൾ ധരിക്കാൻ പറയും. അല്ലെങ്കിൽ വസ്ത്രം ലഭിച്ച സമയത്ത് അവൻ്റെ അഭിഷേകം തിരിച്ചു വരുന്ന സമയത്ത് ഫറവോ കഴിഞ്ഞാൽ ഈജിപ്തിലെ 2ാമത്തെ വ്യക്തിയായിട്ട് മാറുവാൻ ജോസഫിന് സാധിക്കും. അപ്പോൾ വസ്ത്രം ഉരിഞ്ഞെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഗ്രഹവും അഭിഷേകവും നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഇവിടെ ഈ പ്രതിയോഗിയായ കള്ളൻ കടന്നു വന്ന് ആദ്യം ചെയ്യുന്ന കാര്യം ഒരു ഓർഡർ അനുസരിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ടു, അവർ അവൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്തു. അല്ലെങ്കിൽ ഈ ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോയ മനുഷ്യൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങൾ, ദൈവത്തിൽ നിന്ന് ലഭിച്ച കൃപകൾ, വരങ്ങൾ, ഫലങ്ങൾ എല്ലാം ഈ കള്ളൻ മോഷ്ടിച്ചു എന്ന് നമുക്ക് വ്യാഖ്യാനത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത് നമ്മൾ കാണുന്നു, അവർ അവനെ പ്രഹരിച്ചു, അർദ്ധപ്രാണനാക്കിയിട്ട് പോയി കളഞ്ഞു. ആദ്യം വസ്ത്രം ഉരിഞ്ഞെടുക്കുന്നു, രണ്ടാമത് സാധാരണ കള്ളന്മാരൊക്കെ ചെയ്യുന്ന രീതിയിൽ പ്രഹരിക്കുന്നു, അടിക്കുന്നു. 3 മരിക്കുമെന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ അർദ്ധപ്രാണനാക്കിയിട്ട് പോയി കളഞ്ഞു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ വാക്യം വരുന്ന സമയത്ത് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, കള്ളൻ വരുന്നത് കൊല്ലുവാനും മോഷ്ടിക്കുവാനുമാണ്, ഞാൻ വരുന്നത് ജീവൻ നൽകുന്നതിന്, സമൃദ്ധമായ ജീവൻ നൽകുന്നതിനാണ്. കള്ളൻ വരുന്നത് കൊല്ലുവാനും മോഷ്ടിക്കുവാനാണ് എന്ന് പറഞ്ഞാൽ യേശു പറഞ്ഞു, ഞാൻ വരുന്നത് ജീവൻ നൽകുന്നത്, സമൃദ്ധമായ ജീവൻ നൽകാനാണ് ഞാൻ വരുന്നത്, കള്ളൻ വരുന്നത് കൊല്ലാനും മോഷ്ടിക്കാനുമാണെന്ന് പറയുമ്പോൾ ഈ കള്ളൻ ആരാണെന്നുള്ളത് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവും. കള്ളൻ എന്ന് പറയുന്നത് സാത്താനാണ്, പിശാചാണ്, അല്ലെങ്കിൽ തിന്മയുടെ ദൂതന്മാരാണ്, രൂപികളാണ് കള്ളൻ എന്ന് പറഞ്ഞുകൊണ്ട് ബൈബിൾ വിവക്ഷിക്കുന്നത്. തുടർന്ന് നമ്മൾ കാണുന്നുണ്ട്, കള്ളൻ വന്ന് ജീവനെടുക്കാൻ കള്ളനെ സാധിക്കില്ല, അതുകൊണ്ട് അർദ്ധപ്രാണനാക്കിയിട്ട് കടന്നു കളഞ്ഞു. അപ്പോൾ ഈ വസ്ത്രം ഉരിഞ്ഞെടുത്ത് പ്രഹരിച്ച് അർദ്ധപ്രാണനാക്കിയിട്ട് പോയി കളഞ്ഞ കള്ളൻ സാത്താനാണെന്ന് നമുക്ക് ഇതിനാൽ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. തുടർന്ന് 11-ാമത്തെ വാക്യത്തിൽ പറയുന്ന ഒരു പുരോഹിതൻ ആ വഴിയെ വന്നു. പുരോഹിതൻ ആ വഴിയെ വന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു സംശയം ഉണ്ടായിരിക്കാം. ആദ്യം തന്നെ പറയുന്നുണ്ട്, ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്കാണ് പോകുന്നത്. ജെറുസലേമിൽ പട്ടണത്തിൽ താമസിച്ചിരുന്ന, വിശുദ്ധ നഗരത്തിൽ താമസിക്കുന്ന ആളാണ് പോകുന്നത്. ആളുടെ പേരും ഐഡൻറ്റിറ്റി ഒന്നും പറയുന്നില്ലെങ്കിലും. അപ്പോൾ ആ വഴിയെ തന്നെ വന്നു എന്ന് പറഞ്ഞാൽ പുരോഹിതനും പോകുന്നത് ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്കാണ്. പെട്ടെന്ന് ഇത് ഈ കാലഘട്ടത്തിലെ പുരോഹിതരായിട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട. ഇത് 2000 വർഷം മുമ്പ് യേശു പറഞ്ഞൊരു ഉപമയാണ്, ഒരു ആത്മീയ സത്യം വെളിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞൊരു ഉപമയാണ്. ആ കോണ്ടെക്സ്റ്റിൽ അതിനെ കണ്ടാൽ മതി.
ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്കാണ് ഈ പുരോഹിതൻ പോകുന്നത്. അല്ലെങ്കിൽ പുണ്യനഗരത്തിൽ നിന്ന് പാപനഗരത്തിലേക്കുള്ള യാത്രയിലാണ് ഈ ദൈവവേല ചെയ്യുന്ന, പുരോഹിത ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തി. ആ വ്യക്തി വഴിയിൽ കിടക്കുന്ന ആളെ കാണുന്നു. അതായത് അഭിഷേകത്തിൻ്റെ വസ്ത്രം നഷ്ടപ്പെട്ട്, പ്രഹരിക്കപ്പെട്ട്, അർദ്ധപ്രാണനായി ആത്മീയമായ മരണത്തോടടുക്കത്ത് വഴിയിൽ കിടക്കുന്ന ഒരാളെ കാണുന്നു. പക്ഷെ പുരോഹിതൻ അപ്പുറത്തൂടെ കടന്നു പോകുന്നു, നോക്കാതെ കടന്നു പോകുന്നു. അതിൻ്റെ പുറകെ ലേവി ഗോത്രത്തിൽപ്പെട്ട പുരോഹിത വേലയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ട ഒരു വ്യക്തി കടന്നു വരുന്നു. ലേവി ഗോത്രത്തിൽപ്പെട്ട ഒരാൾ കടന്നു വരുന്നു. അവരും ആത്മീയ ശുശ്രൂഷ ചെയ്യാൻ വിളിക്കപ്പെട്ട ആളാണ്. ആ വഴിയെ തന്നെയാണ് പോകുന്നത്. വിശുദ്ധ നഗരത്തിൽ നിന്ന് പാപനഗരത്തിലേക്കുള്ള യാത്ര, ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്കുള്ള യാത്ര. ആ യാത്ര പോകുന്ന സമയത്ത് നമ്മൾ കാണുന്നു, ലേവി ഗോത്രത്തിൽപ്പെട്ട ഈ മനുഷ്യനും തിരിഞ്ഞു നോക്കാതെ അവനെ കണ്ടെങ്കിലും കടന്നുപോയി. ദൈവവേല ചെയ്യുവാൻ, ദൈവശുശ്രൂഷ ചെയ്യുവാൻ വിളിക്കപ്പെട്ട പുരോഹിതൻ, ദൈവവേല ചെയ്യുവാൻ ദേവാലയത്തിൽ ശുശ്രൂഷയായി മാറാൻ വിളിക്കപ്പെട്ട ലേവി ഗോത്രജൻ, രണ്ടുപേരും ആത്മീയമായ മുറിവേറ്റ്, അഭിഷേകം നഷ്ടപ്പെട്ട്, സാത്താൻ്റെ പിടിയിലായ, തിന്മയുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന ആളെ സഹായിക്കാൻ വേണ്ടി യാതൊന്നും തന്നെ ചെയ്യുന്നില്ല. എന്നാൽ ഈ പശ്ചാത്തലത്തിൽ ഒരു സമരിയാക്കാരൻ അവിടെ കടന്നു വരുന്നു. സമരിയാക്കാരൻ കടന്നു വരുന്നത് യാത്രാമധ്യയാണ്. അപ്പോൾ സമരിയാക്കാരൻ്റെ യാത്ര എങ്ങോട്ടാണ്? പുരോഹിതനും ലേവി ഗോത്രത്തിൽപ്പെട്ട ആളും വിശുദ്ധ നഗരത്തിൽ നിന്ന് പാപനഗരത്തിലേക്ക് പോകുന്ന സമയത്ത് പാപികളുടെ സങ്കേതത്തിൽ കഴിയുന്ന, പാപികളുടെ നഗരമായ സമരിയയിൽ താമസിക്കുന്ന വ്യക്തി ജെറുസലേമിലേക്ക് കടന്നു വരുന്നു. രണ്ടുപേരും അവരുടെ കുലം, തൊഴിൽ, അവരുടെ കുടുംബ പശ്ചാത്തലം അനുസരിച്ച് ചെയ്യുന്നതിൻ്റെ വിരുദ്ധമായ തരത്തിലാണ് സംഭവിക്കുന്നത്. വിശുദ്ധ നഗരത്തിൽ താമസിക്കുന്നവൻ തിന്മയുടെ നഗരത്തിലേക്ക് പോകുന്നു, തിന്മയുടെ നഗരത്തിൽ താമസിക്കാൻ വിശുദ്ധ നഗരത്തിലേക്ക് വരുന്നു. ഈ കടന്നു വന്ന ഈ സമരിയാക്കാരൻ, അല്ലെങ്കിൽ നല്ല സമരിയാക്കാരൻ ചെയ്യുന്നൊരു മതിയാണ്. അവൻ കിടന്ന സ്ഥലത്ത് വന്നു. ഈ വഴിയിൽ കിടക്കുന്നവനെ കണ്ടിട്ട് പലപ്പോഴും നമ്മൾ വണ്ടിയൊക്കെ തട്ടി ഒരാൾ വഴി കിടക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു പൊതു സ്വഭാവമുണ്ട്, നമ്മളങ്ങ് കാണും, നോക്കും, പിന്നെ അധികം സമയം അവിടെ നിൽക്കില്ല. നമ്മുടെ പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സാക്ഷി പറയേണ്ടി വരുമോ, അല്ലെങ്കിൽ കോടതിയും കേസ് ആയിക്കഴിഞ്ഞാൽ കോടതി പോകേണ്ടി വരുമോ, പിന്നെ അതിൻ്റെ പൊല്ലാപ്പും തൊന്തരവും ഒന്നും വേണ്ട. അതുകൊണ്ട് അവിടെ നിൽക്കാതെ വിട്ടുപോകുന്നത് ആണ് നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ളത്. സമരിയാക്കാരൻ യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്ത് വന്ന് അവനെ കണ്ട് മനസ്സലിഞ്ഞു. ഇത് കഴിഞ്ഞ് ഈ സമാരിയാക്കാരൻ്റെ ചില പ്രത്യേകതകൾ പറയുന്നുണ്ട്. കള്ളൻ്റെ പ്രത്യേകതകൾ പറഞ്ഞാൽ മതി. വസ്ത്രം ഉരിഞ്ഞെടുക്കുന്നു, പ്രഹരിക്കുന്നു, അർദ്ധപ്രാണനാക്കിയിട്ട് പൊയ്ക്കളയുന്നു എന്ന് പറഞ്ഞാൽ മതി. ഇവിടെ നേരെ തിരിച്ച് ചില കാര്യങ്ങൾ പറയണം. സമരിയാക്കാരനെ കുറിച്ചിട്ട് പറയാണ്. ആ സമരിയാക്കാരനെ കുറിച്ചിട്ട് പറയുന്നു, അവനെ കണ്ട് മനസ്സലിഞ്ഞു. ഇംഗ്ലീഷ് ബൈബിളിൽ കൊമ്പാഷൻ എന്നൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബൈബിൾ വായിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് പുതിയ നിയമം വായിക്കുന്ന സമയത്ത്, മനസ്സലിവുള്ളവൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പദപ്രയോഗം യേശുവുമായി ബന്ധപ്പെടുത്തി മാത്രമാണ് നമ്മൾ കാണുന്നത്. മനസ്സലിവ് എന്നുള്ള പദപ്രയോഗം തന്നെ വായിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നു, ഈ സമരിയാക്കാരനെ ഈ മുറിവേറ്റ് വഴിയിൽ കിടക്കുന്നവനെ കണ്ടപ്പോൾ മനസ്സലിഞ്ഞു. രണ്ടാമത് പറയുന്നു, അവൻ്റെ മുറിവുകൾ അടുത്ത് ചെന്ന് എണ്ണയും വീഞ്ഞും ഒഴിച്ച് അവൻ്റെ മുറിവുകൾ വെച്ച് കെട്ടി. എണ്ണയും വീഞ്ഞും ഒഴിച്ച് അവൻ്റെ മുറിവുകൾ വെച്ച് കെട്ടി എന്നാണ് പറയുന്നത്. നമുക്ക് ഈ ഇപ്പോഴത്തെ ഒരു കോണ്ടെക്സ്റ്റിലൊന്ന് ചിന്തിച്ച് നോക്കാം. നമ്മളെന്തെങ്കിലും വീഴുകയോ, ശരീരത്തിൽ എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റുകയോ, ശരീരത്തിൽ പൊട്ടുകയോ, മുറിവേൽക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആശുപത്രിയിൽ പോവുകയോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഡിസ്പെൻസറി പോവുകയോ, ഏതെങ്കിലും ഡോക്ടറെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ചെയ്യുന്നൊരു കാര്യമുണ്ട്. സ്പിരിറ്റ് വെച്ച് ഈ മുറിവ് നന്നായി തുടയ്ക്കുന്നു, മുറിവ് ക്ലീൻ ചെയ്യുന്നു. സ്പിരിറ്റാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ സമരിയാക്കാരൻ്റെ കയ്യിൽ രണ്ട് സാധനമുണ്ട്, എണ്ണയുണ്ട്, വീഞ്ഞുണ്ട്. സ്വാഭാവികമായിട്ടും പരിക്ക് പറ്റി ശാരീരികമായ മുറിവേറ്റ് കിടക്കുകയാണെങ്കിൽ ആദ്യം വീഞ്ഞ് എന്ന് പറഞ്ഞാൽ വൈനിനകത്ത് 7 to 12% ആൽക്കഹോളുകളാണ്. അപ്പം അതുകൊണ്ട് ശാരീരികമായ മുറിവേറ്റ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മുറിവ് തുടച്ച് വൃത്തിയാക്കുകയാണെങ്കിൽ വീഞ്ഞ് ഉപയോഗിച്ചുകൊണ്ടാണ് തുടച്ച് വൃത്തിയാക്കേണ്ടത്. ഞാനിവിടെ കാണുന്നു, അവൻ ആദ്യം
ഉപയോഗിക്കുന്നത് എണ്ണയാണ്. എണ്ണയും വീഞ്ഞും ഒഴിച്ചതിൻ്റെ ക്രമം പറയുകയാണ്. അപ്പോൾ എന്താണ് ഈ എണ്ണ എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. ബൈബിളിൽ നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നുണ്ട്, സാമുവൽ പ്രവാചകൻ സാവൂളിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്ന സമയത്ത് സാവൂളിൻ്റെ ശിരസിൽ കൊമ്പിലെ തൈലം എടുത്ത് ഒഴിച്ച് അഭിഷേകം ചെയ്യുന്നു. പിന്നീട് ദാവീദിനെ അഭിഷേകം ചെയ്യുന്ന സമയത്തും കൊമ്പിലെ തൈലം കൊണ്ട് സാമുവൽ പ്രവാചകൻ ദാവീദിനെ രാജകീയമായ അഭിഷേകം നടത്തുന്നു. മോശ അഹറോനെ അഭിഷേകം ചെയ്യുന്ന സമയത്ത് ശിരസിൽ തൈലം ഒഴിക്കുകയും താടിയിലൂടെ ഒലിച്ചിറങ്ങുന്നതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നുണ്ട്, രാജാക്കന്മാരെയും പ്രവാചകന്മാരെയും പുരോഹിതന്മാരെയൊക്കെ അഭിഷേകം ചെയ്യുന്ന സമയത്ത് ഒലിവിൻ്റെ എണ്ണ ശിരസിൽ ഒഴിച്ചുകൊണ്ടാണ് അഭിഷേകം ചെയ്യുന്നത്. അപ്പോൾ അഭിഷേകത്തിൻ്റെ പ്രതീകമാണ് എണ്ണ. സമാരിയക്കാരൻ്റെ കയ്യിൽ, വിജാതിയാണെങ്കിൽ അവൻ്റെ കയ്യിൽ എണ്ണയും വീഞ്ഞുണ്ട്. അവൻ ഈ മുറിവേറ്റ് വഴിയിൽ കിടക്കുന്ന വ്യക്തിയെ കണ്ട സമയത്ത് അവൻ്റെ കയ്യിലുള്ള ഈ എണ്ണ എടുത്തുകൊണ്ട് ആ വ്യക്തിയുടെ മുറിവുകളിൽ പുരട്ടുന്നു. അല്ലെങ്കിൽ പാപവഴികളിൽ വീണുപോയ, സാത്താനാൽ പിടിക്കപ്പെട്ട് പാപവഴിയിൽ വീണുപോയ, മുറിവേറ്റ് കിടക്കുന്ന, ആത്മീയമായ മുറിവേറ്റ് കിടക്കുന്ന സഹോദരനെ എണ്ണ ഒഴിച്ച് അഭിഷേകത്താൽ നിറയ്ക്കുന്നു. അല്ലെങ്കിൽ വീണ്ടും ഒരു അഭിഷേകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. ആ കൂട്ടിക്കൊണ്ടുവന്നതിന് ശേഷം അഭിഷേകത്തിൽ നിറഞ്ഞു സമയത്ത് അവനെ വീഞ്ഞ്, നമ്മൾ ബൈബിളിൽ കാണുന്ന സമയത്ത് അത് യേശുവിൻ്റെ രക്തമാണ്. ആ യേശുവിൻ്റെ രക്തത്താൽ അവനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. വീണ്ടും ഒരു വീഴ്ചയിൽ നിന്ന് അവനെ സംരക്ഷിപ്പിക്കുന്നു. അപ്പോൾ എണ്ണയും വീഞ്ഞും എടുത്ത് അവനെ മുറിവ് വെച്ച് കെട്ടുന്നു. ഇത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ വായിക്കുന്നുണ്ട്, തൻ്റെ കഴുതയുടെ പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടു ചെന്ന് പരിചരിച്ചു. തൻ്റെ കഴുതയുടെ പുറത്ത് കയറ്റി. പുതിയ നിയമം നമ്മൾ 4 സുവിശേഷങ്ങൾ വായിക്കുന്ന സമയത്ത് ഈ 4 സുവിശേഷങ്ങളിൽ കഴുതപ്പുറത്ത് വന്ന ഒരേ ഒരാളുള്ളൂ, അത് യേശുവാണ്. ഓശാന നാളിൽ യേശു ജെറുസലേമിലേക്ക് കടന്നു വരുന്ന സമയത്ത് ദാവീദിൻ്റെ പുത്രൻ ഓശാന എന്ന് പറഞ്ഞ് ജനം ആർപ്പ് വിളിക്കുന്ന സമയത്ത് യേശു കഴുതപ്പുറത്താണ് വരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് കഴുതപ്പുറത്ത് വന്നു എന്ന് ചിന്തിക്കും. ഇസ്രായേലിലെ രാജാക്കന്മാർ യുദ്ധകാലത്ത് കുതിരപ്പുറത്താണ് സഞ്ചരിക്കാറുള്ളത്, സമാധാനകാലത്ത് കഴുതപ്പുറത്താണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് സമാധാനകാലമായതുകൊണ്ട് യുദ്ധത്തിനുള്ള പുറപ്പാടിലല്ല യേശു, സൈനിക കലാപത്തിനുള്ള ലക്ഷ്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കഴുതപ്പുറത്ത് ശാന്തമായിട്ട് കടന്നു വരുന്ന സമയത്ത് ജനം വിളിക്കുന്നു, ദാവീദിൻ്റെ പുത്രനെ ഓശാന എന്ന് പറഞ്ഞ് വിളിക്കുന്നു. അല്ലെങ്കിൽ കഴുതപ്പുറത്ത് വരുന്നവൻ യേശു മാത്രമാണ് പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ തൻ്റെ കഴുതപ്പുറത്ത് ഈ മുറിവേറ്റ് കിടക്കുന്നവനെ കയറ്റുന്നു. ഇത് കഴിഞ്ഞുകൊണ്ട് അവനെ സത്രത്തിൽ കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. ഏത് കാലഘട്ടമാണെങ്കിലും മുറിവേറ്റ് കിടക്കുന്നവനെ സാധാരണഗതിയിൽ ഒരു ആക്സിഡൻറ്റ് പറ്റി കിടന്നു കഴിഞ്ഞാൽ നമ്മൾ അവനെ സാധാരണഗതിയിൽ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇവിടെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നല്ല പറയുന്നത്, അല്ലെങ്കിൽ വൈദ്യരെ അടുത്ത് കൊണ്ടുപോയി എന്നല്ല പറയുന്നത്, വൈദ്യസഹായം കൊടുത്തു എന്നല്ല പറയുന്നത്, സത്രത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ ചിന്തിച്ചൊന്ന് നോക്കുക, ഒരു ആത്മീയമായി മുറിവേറ്റ് കിടക്കുന്നവനെ ദേവാലയത്തിൽ കൊണ്ടുപോയാൽ പുരോഹിതനിൽ നിന്ന് അവനെ വീണ്ടെടുക്കാനുള്ള ശുശ്രൂഷ ലഭിക്കുമോ? ലഭിക്കുമായിരിക്കാം, ഇല്ലായിരിക്കാം. ശാരീരിക മുറിവേറ്റ ഒരാളെയാണ് ദേവാലയത്തിൽ കൊണ്ടുവരുന്നതെങ്കിൽ ഉടനെ പറയും ആശുപത്രി കൊണ്ടുപോകുമെന്ന് പറയും. നേരം കളയേണ്ട, ആശുപത്രി കൊണ്ടുപോകണം പറയും. പ്രായോഗികമായ അറിവ് പകർന്നു കൊടുക്കും. ഇവിടെ യേശു ജെറുസലേം ദേവാലയം ഉണ്ട്, സിനഗോഗുകളുണ്ട്. ഈ നല്ല സമരിയക്കാരൻ ഈ വ്യക്തിയെ സിനഗോഗിലേക്കും കൊണ്ടുപോകുന്നില്ല, ജെറുസലേം ദേവാലയത്തിലേക്കും കൊണ്ടുപോകുന്നില്ല, ആശുപത്രിയിലേക്കും കൊണ്ടുപോകുന്നില്ല. പകരം സത്രത്തിൽ കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ഈ സത്രം എന്തിൻ്റെ പ്രതീകമാണെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ആത്മീയമായ വീഴ്ച ലഭിക്കുന്നവർക്ക് ഇന്ന് പരിചരണം ലഭിക്കുന്നത് സഭയിൽ ധ്യാന കേന്ദ്രങ്ങളിലാണ്. അപ്പം നമുക്ക് ഇങ്ങനെയും മനസ്സിലാക്കാം. പലതരം വ്യാഖ്യാനങ്ങൾ പലരും പറയുമായിരിക്കാം. ഈ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ കള്ളന്മാരുടെ മുറിവേറ്റ്, അല്ലെങ്കിൽ സാത്താന്യാൽ പീഡിക്കപ്പെട്ട് മുറിവേറ്റ് അർദ്ധപ്രാണനായി ആത്മീയ ജീവിതത്തിൽ വീഴ്ച സംഭവിച്ച് നിത്യജീവനിൽ നിന്ന് ദൂരെ പോയ മനുഷ്യൻ, ആ മനുഷ്യനെ വീണ്ടെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ധ്യാന കേന്ദ്രത്തിൽ എത്തിക്കുന്നു. ഈ സത്രത്തിലാക്കുകയും എന്നിട്ട് പറയുന്നുണ്ട്, ഇവൻ്റെ ചെലവിന് വേണ്ടിയിട്ട് 2 ദിനാറ വെള്ളി നാണയം
അവൻ്റെ കയ്യിൽ 2 ധനാറ കൊടുത്തു. സത്രം സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ 2 ധനാറ കൊടുക്കുകയാണ്. ഇപ്പോൾ 2 ധനാറ കൊടുത്തു എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കും എൻ്റെ ചിലവിന് വേണ്ടി കൊടുത്തു എന്നുള്ളതാണ്. നമ്മുടെ ചോദ്യം മുഴുവൻ തുടങ്ങുന്നത് നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം, 2 ധനാറ കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നിയമവും പുതിയ നിയമവും യേശു അവനെ കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോശയുടെ നിയമം അനുസരിച്ച് ജീവിച്ചാൽ ഈ ഭൂമിയിലെ ശാരീരിക ജീവിതകാലമൊക്കെ തള്ളി നീക്കാൻ സാധിക്കും. എന്നാൽ നിത്യജീവൻ അവകാശമാക്കുവാൻ പുതിയ ഉടമ്പടിയുടെ ഭാഗമാവണം, പുതിയ നിയമത്തിൻ്റെ ഭാഗമാവണം, യേശുവിൻ്റെ ശുശ്രൂഷയുടെ ഭാഗമായി മാറണം. അതുകൊണ്ട് തന്നെ പഴയ നിയമവും പുതിയ നിയമവും 2 ധനാറ സത്രം സൂക്ഷിപ്പുകാരൻ്റെ കൈവശം, ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറുടെ കയ്യിൽ അല്ലെങ്കിൽ ശുശ്രൂഷ ടീമിനെ ഏൽപ്പിച്ച് പോകുന്നു. ഈ കാലഘട്ടത്തിൽ നമുക്ക് ഇങ്ങനെയും മനസ്സിലാക്കാം എന്ന് പറഞ്ഞാൽ, നമുക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഇങ്ങനെ കാണാം. വിശുദ്ധ നഗരമായ ജെറുസലേമിൽ നിന്ന് പാപനഗരമായ ജെറീക്കോയിലേക്കുള്ള യാത്ര പോകുന്നു. ആ യാത്ര പോകുന്ന സമയത്ത് കള്ളന്മാരാൽ മർദ്ദനമേറ്റ് വസ്ത്രം ഉരിഞ്ഞെടുക്കപ്പെട്ട് അർദ്ധപ്രാണനായി മാറി എന്ന് പറഞ്ഞാൽ സാത്താനാൽ പിടികൂടി ആത്മീയമായ വീഴ്ചയിലേക്ക് നയിക്കുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നു, അവിടെ മനസ്സലിവുള്ളവൻ കടന്നു വരുന്നു, കഴുതപ്പുറത്ത് കടന്നു വരുന്നു, പഴയ നിയമവും പുതിയ നിയമവും കൊടുക്കുന്നു, അവനെ കരുതലിനായിട്ടുള്ള സംരക്ഷണം ഒരുക്കുന്നു, കഴുതപ്പുറത്ത് വരുന്നു എന്നൊക്കെ പറഞ്ഞ സമയത്ത് സുവിശേഷനിലെ പ്രതീകങ്ങളിലൂടെ കടന്നു വന്ന സമയത്ത് അത് യേശുവാണ് ഈ നല്ല സമരിയാക്കാരൻ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന് ചോദിക്കുന്ന സമയത്ത് യേശുവാണ് നിൻ്റെ അയൽക്കാരൻ, യേശുവാണ് നിന്നോട് മനസ്സലിവ് കാണിക്കുന്നവൻ, യേശുവാണ് നിനക്ക് കരുണയും കൃപയും കാണിക്കുന്നവൻ എന്ന് ഈ ഉപമയിലൂടെ പഠിപ്പിക്കുകയാണ്. ഞാൻ തുടങ്ങിയോടത്ത് തന്നെ തുടങ്ങട്ടെ. കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും കേൾക്കാതിരിക്കുന്നതിനും കണ്ടും കേട്ടും രക്ഷ പ്രാപിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് യേശു ഉപമകളിലൂടെ സംസാരിച്ചത്. കഥ പറയുകയല്ല ചെയ്തത്, ലളിതവൽക്കരിക്കുകയല്ല ചെയ്തത്, നിഗൂഢമായ ആത്മീയ സത്യങ്ങൾ പറയുകയാണ് ചെയ്തത്. എന്നാൽ ഈ ആത്മീയ സത്യങ്ങൾ ശിഷ്യന്മാർക്ക് മാത്രം വ്യാഖ്യാനിച്ചു കൊടുത്തു. വിശുദ്ധനായ അഗസ്തീനോസും സഭാപിതാക്കന്മാരും എല്ലാം വിവിധ തരങ്ങളിൽ ഈ ഉപമയെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിനനുസരിച്ച് സഭാപിതാക്കന്മാർ നൽകിയ വ്യാഖ്യാനത്തിന് ചെറിയ കൂട്ടിച്ചേർക്കലുകൾ നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഇത് സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം എല്ലാ കേൾവിക്കാർക്കും ഉണ്ട്. തുടർന്ന് നമ്മൾ വായിക്കുന്നു, ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളാം, കൂടുതൽ എന്തെങ്കിലും ചിലവ് വരെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. നമ്മൾ ബൈബിൾ വായിക്കുന്ന സമയത്ത് തിരിച്ചു വരും എന്ന് പറഞ്ഞ ഒരൊറ്റ ആളേ ഉള്ളൂ. അപ്പോസ്തല പ്രവർത്തനത്തിൻ്റെ 1-ാമത്തെ അധ്യായം വായിക്കുന്ന സമയത്ത് ഗലീലിയക്കാരായിട്ടുള്ള ചില ആളുകൾ മുകളിലേക്ക് നോക്കി നിൽക്കുന്നു. ആ നോക്കി നിൽക്കുന്ന സമയത്ത് 2 വെള്ളവസ്ത്രധാരികൾ, ഏലിയ മോശയാണെന്നാണ് ചിലരുടെ വ്യാഖ്യാനം. അവർ ചോദിക്കുന്നത്, നിങ്ങൾ എന്താണ് നോക്കി നിൽക്കുന്നത്? അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ടെന്നാണ്, സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. വീണ്ടും വരുമെന്ന് വാഗ്ദാനം ചെയ്തവൻ യേശു മാത്രം. അതുകൊണ്ട് യേശുവിടെ പറയാണ്, ഈ 2 ധനാറ സത്രം സൂക്ഷിപ്പുകാരനെ കൊടുത്തിട്ട് പറഞ്ഞു, കൂടുതൽ എന്തെങ്കിലും ചിലവ് വരുന്നുണ്ടെങ്കിൽ ഞാൻ തന്നുകൊള്ളാം. അല്ലെങ്കിൽ ആത്മീയമായ പരിപാലനത്തിനായിട്ട് വരുന്ന, സാധാരണഗതിയിൽ പറയുന്ന പഴയ നിയമവും പുതിയ നിയമത്തിനു പുറമെ പ്രാർത്ഥനകൾ, കൂദാശകൾ, കൂദാശ അനുകരണങ്ങൾ, ഇതൊക്കെയാണ് കൂടുതലായിട്ട് ചിലവ് വരുന്ന കാര്യങ്ങൾ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരികെ വരുമ്പോൾ അത് കൊടുത്തതിനുള്ള പ്രതിഫലം തരുമെന്ന് വാഗ്ദാനം ചെയ്യും. ഇതെല്ലാം പറഞ്ഞ് 36-ാമത്തെ വാക്യത്തിൽ വരുന്ന സമയത്ത് നമ്മൾ കേൾക്കുകയാണ്, കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട ആ മനുഷ്യനെ ഈ മൂവരിൽ ആരാണ് അയൽക്കാരനായി വർത്തിച്ചത്? കവർച്ചക്കാരുടെ കയ്യിൽ അകപ്പെട്ട ഈ മനുഷ്യനെ ഈ മൂവരിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരോഹിതൻ, ലേവ്യൻ, നല്ല സമരിയാക്കാരൻ, ഇതിലാരാണ് അയൽക്കാരനായി വർത്തിച്ചത്? നിയമജ്ഞൻ മറുപടി പറയുന്നു, അവനോട് കരുണ കാണിച്ചവൻ എന്ന് ആ നിയമജ്ഞൻ പറഞ്ഞു. അപ്പോൾ കരുണ കാണിക്കുന്നവൻ, മനസ്സലിവ് കാണിക്കുന്നവൻ ആണ് നിൻ്റെ അയൽക്കാരൻ. യേശു പറഞ്ഞു, നീയും പോയി അതുപോലെ ചെയ്യുക. നീ പോയി അതുപോലെ ചെയ്താൽ നീ നിത്യജീവൻ പ്രാപിക്കും. അല്ലെങ്കിൽ പുതിയ നിയമത്തിൻ്റെ, പുതിയ ഉടമ്പടിയുടെ ഭാഗമായി യേശു പഠിപ്പിക്കുന്ന സുവിശേഷം അനുസരിച്ച് ജീവിച്ചാൽ
നീ നിത്യജീവൻ പ്രാപിക്കുമെന്ന് യേശു പ്രബോധനം നൽകുന്നു. മോശയുടെ നിയമം അനുസരിച്ച് ജീവിച്ചാൽ, പഴയ നിയമത്തിൻ്റെ ഉടമ്പടിയുടെ ഭാഗമായി നിന്നാൽ ഈ ലോകത്തിലെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു. എന്നാൽ യേശു നൽകുന്ന പുതിയ നിയമം, പുതിയ കൽപ്പന, പുതിയ ഉടമ്പടി, എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലെ 9-10 അധ്യായങ്ങളിൽ പറയുന്ന പുതിയ ഉടമ്പടിയുടെ ഭാഗമാവുന്ന സമയത്ത് ഒരു പുതിയ സൃഷ്ടിയാവുന്നു. നമ്മുടെ അയൽക്കാരനെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. മറ്റുള്ള ആളുകളോട് കരുണ കാണിക്കുവാനായിട്ട് സാധിക്കുന്നു. അതുവഴി ഒരു പുതുലോക സൃഷ്ടിക്ക് ഭാഗമാവുന്നു. വചനം പറയുന്നുണ്ട്, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു, പഴയത് കടന്നുപോയി. നിങ്ങളുടെ ജീവിതത്തിൽ ഈ സന്ദേശം കടന്നു വരികയും അത് നിങ്ങളെ രൂപാന്തരപ്പെടുത്തുകയും മാനസാന്തരപ്പെടുത്തുകയും ഒരു പുതിയ സൃഷ്ടിയായി നിങ്ങളെ മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരുടെ ഇടയിൽ യേശു നൽകുന്ന പ്രബോധനങ്ങൾ ഉൾക്കൊള്ളുവാനും അതിനനുസരിച്ച് ജീവിക്കുവാനും ദൈവകൃപയാൽ നിറഞ്ഞ് അഭിഷേകത്തിൽ നിന്ന് മാറിപ്പോയ ആളുകളെ, യേശു മാർഗത്തിൽ നിന്ന് തെറ്റായ വഴികളിലേക്ക് കടന്നു വന്ന ആളുകളെ തിരികെ കൊണ്ടുവരാനും അവരെ കാരുണ്യത്തിന് മുഖമുള്ള യേശുവിനെ പരിചയപ്പെടുന്നതിനും അവരെയും നിത്യജീവൻ അവകാശമാക്കുവാൻ നിങ്ങളുടെ പ്രവൃത്തി വഴി ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഈ പ്രോഗ്രാം കാണുകയും കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന മുഴുവൻ ആളുകളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, കാണുന്നവരെയും കേൾക്കുന്നവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.